വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്കായി സിബിഐ കസ്റ്റഡി അപേക്ഷ നൽകും. സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിന്റെ മൊഴിയും സിബിഐ സംഘം രേഖപ്പെടുത്തും. ഇതിനായി ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് സിബിഐ ഉദ്യോഗസ്ഥർ ഒരാഴ്ച വയനാട്ടിൽ തുടരും. കേസ് രേഖകളുടെ പകർപ്പ് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവൻ സിബിഐക്ക് കൈമാറി. കോടതിയിൽ കേസ് കൈമാറ്റം അറിയിച്ച ശേഷം അസൽ പകർപ്പുകൾ നൽകും. വിഷയത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാളെ കോളേജിലെത്തി തെളിവെടുക്കും. അധ്യാപക അനധ്യാപക ജീവനക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും. SP സുന്ദർവേലിന്റെ നേതൃത്വത്തിലുള്ള 4 ഉദ്യോഗസ്ഥരാണ് വയനാട്ടിലെത്തി അന്വേഷണം തുടങ്ങിയത്. വൈത്തിരി റെസ്റ്റ് ഹൌസാണ് സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ്. കേസ് സിബിഐ ഏറ്റെടുത്താൽ ആശ്വാസമുണ്ടെന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ പ്രതികരണം. രേഖകളുടെ വിശദ പരിശോധനയാണ് ഇന്ന് തുടങ്ങിയത്. അതേസമയം കേസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് തിങ്കളാഴ്ച കമ്മീഷൻ കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട്. 5 ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ക്യാമ്പസിലുണ്ടാകും. ഇത് സംബന്ധിച്ച് ഡീനിന് രേഖാമൂലം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മൊഴിയെടുപ്പ് തന്നെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തുമെന്നാണ് റിപ്പോർട്ട്. ആന്റി റാഗിംഗ് സെല്ലിന് ലഭിച്ച പരാതികളും പരിശോധിക്കും. സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കുന്നതിൽ നടപടിക്രമങ്ങൾ വൈകിയതിൽ ആഭ്യന്തര സെക്രട്ടറി DGPയോട് വിശദീകരണം തേടിയിരുന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ നൽകാനും നിർദ്ദേശിച്ചിരുന്നു. ആഭ്യന്തര സെക്രട്ടറി DGPയോട് വിശദീകരണം തേടുന്നത് അസാധാരണ സംഭവമാണ്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തങ്ങളെ ചതിച്ചെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സിദ്ധാർത്ഥിന് നീതി കിട്ടാൻ തങ്ങൾ കുടുംബത്തോടെ പ്രക്ഷോഭത്തിനിറങ്ങാൻ പോവുകയാണെന്നും ക്ലിഫ് ഹൌസിൽ പോയി സമരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാര്യയുടെ ആരോഗ്യസ്ഥിതി നേരെയായാൽ ഒരുമിച്ച് സമരത്തിനിറങ്ങുമെന്നും പിതാവ് അന്ന് വ്യക്തമാക്കിയിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷ അവിടെ വരാറുണ്ടെന്നും മകൻ പറഞ്ഞതായി അറിയാമെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു. രാവിലെയും വൈകിട്ടും എന്റെ മകനെ വിളിച്ചു വരുത്തി ഒപ്പിടിപ്പിക്കുമ്പോൾ ആർഷ ഇതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നുവെന്നും ജയപ്രകാശ് ചോദിച്ചു. 8 മാസം കൊണ്ട് മകൻ ഇതെല്ലാം അനുഭവിക്കുകയാണ്. ശരീരം മുറിയാതെ ചതവുണ്ടാക്കുന്ന നക്സലുകൾക്ക് സമാനമായ ട്രെയിനിംഗ് ആണ് അവർക്കെല്ലാം കിട്ടിയിരുന്നതെന്നും ജയപ്രകാശ് ആഞ്ഞടിച്ചു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പറ്റിച്ചെന്നും ജയപ്രകാശ് പറയുന്നു. ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാല ഡീനും മൃഗസംരക്ഷണ വകുപ്പും മറുപടി പറയണമെന്ന് ജയപ്രകാശ് പറഞ്ഞു. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാനാണ് സർവകലാശാല ശ്രമിച്ചത്. എന്നാൽ ആ സമയത്ത് ചാൻസലർ ഇടപെട്ടു. ഏത് ഉന്നതരോടും ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു ഭയമില്ലെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു. ഇന്നത്തോടെ മകന്റെ ചടങ്ങുകൾ കഴിഞ്ഞെന്നും തനിക്കുള്ള എല്ലാ ബന്ധനങ്ങളും മാറിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.